കാവ്യ സിദ്ധാന്തങ്ങളിൽ ചിലത് നിങ്ങളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഏതാനും ക്ലാസ്സുകളാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അതിലൊന്നാമത്തെ ക്ലാസ്സാണ് ഇത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ കാവ്യശാസ്ത്രം എന്നതിനകത്ത് രണ്ട് ഘടകങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് ധാരകളെയാണ് നിങ്ങളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കാണുന്നത്. അതിലൊന്ന് തമിഴിൽ പ്രബലമായ, പ്രത്യേകിച്ചും സംഘകാല കൃതികളെ മുൻനിർത്തിക്കൊണ്ട് വികസിച്ചു വന്ന ദ്രാവിഡ സൗന്ദര്യശാസ്ത്രത്തിലെ ഏതാനും ചില പ്രമേയങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മറ്റൊന്ന് സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള കാവ്യശാസ്ത്ര സിദ്ധാന്തങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സംസ്കൃത കാവ്യമീമാംസ എന്ന് തൽക്കാലം ഞാൻ അതിനൊരു പേരിടാം. അപ്പോൾ ദ്രാവിഡ കാവ്യമീമാംസയുടെ ചില കാര്യങ്ങളും സംസ്കൃത കാവ്യമീമാംസയിലെ ചില പ്രമേയങ്ങളുമാണ് നിങ്ങളുടെ പാഠ്യപദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നർത്ഥം. സൗകര്യത്തിന് വേണ്ടി ഞാനിതിൽ സംസ്കൃത കാവ്യശാസ്ത്രത്തിൽ മുൻനിർത്തിക്കൊണ്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങുന്നത്. കാവ്യശാസ്ത്രം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പോയറ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് സമാനമായൊരു സങ്കല്പനമാണ്. എന്നാൽ ആധുനിക കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്ക് സൗന്ദര്യശാസ്ത്രം എന്നതാണ്. സൗന്ദര്യശാസ്ത്രം എന്ന സങ്കല്പം കുറെ കൂടി വിപുലമായ അർത്ഥധ്വനികളുള്ള ഒരു സംജ്ഞയാണ്. ആ തരത്തിലുള്ള ഒരു സങ്കല്പനം ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഇല്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സൗന്ദര്യശാസ്ത്രം എന്ന് വിളിക്കാവുന്ന ഒരു സങ്കല്പം ഇന്ത്യയിൽ വികസിച്ചു വന്നില്ല. എന്നാൽ പോയറ്റിക്സ് എന്നതിന് സമാനമായി കാവ്യമീമാംസ, അലങ്കാരശാസ്ത്രം, അതുപോലെ കാവ്യശാസ്ത്രം എന്നൊക്കെ പരാവർത്തനം അല്ലെങ്കിൽ വിവർത്തനം ചെയ്യാവുന്ന തരത്തിലുള്ള, എന്നൊക്കെ വിവർത്തനം ചെയ്യാവുന്ന മട്ടിലുള്ള ചില സങ്കല്പങ്ങൾ ഇന്ത്യയിൽ വികസിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കാവ്യശാസ്ത്രം എന്നത് പ്രധാനമായും കാവ്യം, നാടകം ഇവയെ മുൻനിർത്തിക്കൊണ്ടാണ് വികസിച്ചു വന്നിട്ടുള്ളത്. ഇന്ന് നാം കല എന്ന് വിളിക്കുന്ന ചിത്രകല, ശില്പകല, അല്ലെങ്കിൽ നൃത്തം എന്നിങ്ങനെ വളരെ വിപുലമായ അർത്ഥത്തിലാണ് ഇന്ന് നമ്മൾ കല എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആ വൈപുല്യം ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാവ്യശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇല്ല. പ്രധാനമായും കാവ്യങ്ങളെയും നാടകങ്ങളെയും മുൻനിർത്തിയാണ് ഈ കാവ്യശാസ്ത്രം വികസിച്ചു വന്നിട്ടുള്ളത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഒരു വസ്തുത, എന്തൊക്കെയാണ് ഇതിലെ പ്രമേയം എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിനകത്ത് പരാമർശിക്കപ്പെടുന്ന നിരവധി ദൈക്ഷണികരുണ്ട്. അതിൽ ഭരതമുനി തുടങ്ങി മഹിമഭട്ടൻ വരെയുള്ള നിരവധി ചിന്തകരുടെ ആശയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ചില പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ അലങ്കാര
ത്തിന് പ്രാധാന്യം നൽകുന്ന ആലങ്കാരികന്മാർ ഉണ്ട്. ധ്വനി തുടങ്ങിയ സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആനന്ദവർദ്ധനനെ പോലുള്ള ആളുകളുണ്ട്. അതുപോലെ കാവ്യത്തിൻ്റെ വിവിധ ഘടകങ്ങൾക്ക് പ്രാഥമ്യം കൽപ്പിച്ചുകൊണ്ട് തങ്ങളുടേതായ രീതിയിൽ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ച പലരെയും നമുക്ക് ഒരു വലിയ നിര പണ്ഡിതരെ തന്നെ നമുക്ക് ഈ മേഖലയിൽ കാണാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ ഊന്നൽ വ്യത്യസ്തമായിരുന്നെങ്കിലും സാമാന്യമായി ഈ ചിന്തകരെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവരുടെ ചില പൊതുപ്രമേയങ്ങളുണ്ട്. ഉദാഹരണമായി രസം എന്നത് ഇവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു പ്രമേയമാണ്. അപ്പോൾ രസം, അതുപോലെ അലങ്കാരം, രീതി, ഗുണം, ധ്വനി, അനുമാനം എന്നിങ്ങനെ വ്യത്യസ്തമായ പ്രമേയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇന്ത്യയിലെ കാവ്യശാസ്ത്രം വികസിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രമേയങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോഴും അവരെല്ലാം ചില പൊതു കാര്യങ്ങളും ഇതേപോലെ സാമാന്യമായ ഒരു ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണമായി കാവ്യത്തിൻ്റെ ഉറവിടം എന്താണ്? കാവ്യത്തിൻ്റെ പ്രയോജനം എന്താണ്? എങ്ങനെയാണ് രസാസ്വാദനം നിർവഹിക്കപ്പെടുന്നത്? തുടങ്ങിയ കാര്യങ്ങൾ ഈ പറഞ്ഞ സൈദ്ധാന്തികരെല്ലാം, കാവ്യമീമാംസകരെല്ലാം പല മട്ടിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ്. എവിടെ നിന്നാണ് കാവ്യം ഉത്ഭവിക്കുന്നത്? എവിടെ നിന്നാണ് അല്ലെങ്കിൽ എന്താണ് ഈ കവിതയുടെ പ്രയോജനം? എങ്ങനെയാണ് ആസ്വാദനം സംഭവിക്കുന്നത്, ആ കാവ്യാസ്വാദന പ്രക്രിയ? അപ്പോൾ ഉറവിടം, ലക്ഷ്യം, പ്രക്രിയ, ഈ 3 കാര്യങ്ങളും, കാവ്യത്തിൻ്റെ ഉറവിടം, കാവ്യത്തിൻ്റെ ലക്ഷ്യം, കാവ്യത്തിൻ്റെ പ്രക്രിയ, ഈ 3 കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി ആഴത്തിൽ അപഗ്രഥിച്ചിട്ടുള്ളവരാണ് സംസ്കൃത കാവ്യമീമാംസകർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾ അലങ്കാരത്തിനാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ ചിലർ രീതിക്കാണ് പ്രാധാന്യം നൽകുന്നത്, ചിലർ ഗുണത്തിനോ ധ്വനിക്കോ അല്ലെങ്കിൽ അനുമാനത്തിനോ ഒക്കെയാണ് പ്രാധാന്യം നൽകുന്നതെങ്കിലും ഇവരെല്ലാം ഈ 3 കാര്യങ്ങളിലും അവരവരുടേതായ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായും ഇതിൽ കാവ്യപ്രയോജനം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കവിതയുടെ പ്രയോജനത്തെക്കുറിച്ച് ആദ്യമായി സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരാൾ ഭരതമുനി തന്നെയാണ്. അദ്ദേഹം നാട്യകലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഏറിയും കുറഞ്ഞുമുള്ള അളവിൽ കാവ്യത്തെക്കുറിച്ചുള്ള സാമാന്യ പ്രസ്താവനയായി നമുക്ക് സ്വീകരിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറയുന്നു, ധർമ്മമർത്ഥ്യം യശസ്യം ച സോപദേശം സസംഗ്രഹം ഭവിഷ്യതശ്ച ലോകസ്യ സർവകർമാനുദർശകം സർവശാസ്ത്രാർത്ഥസമ്പന്നം സർവശില്പപ്രവർത്തകം നാട്യാഖ്യം പഞ്ചമം വേദം സേതിഹാസം കരോമ്യഹം ഏവം സങ്കൽപ്യ ഭഗവാൻ സർവവേദാനനുസ്മരൻ നാട്യവേദം തതശ്ചക്രേ ചതുർവേദാംഗ സംഭവം. ഇത് ചാത്തനാത്ത് അച്യുതനുണ്ണി മാഷ് അദ്ദേഹത്തിൻ്റെ ഭാരതീയ സാഹിത്യ ദർശനം എന്ന പുസ്തകത്തിൽ ഇങ്ങനെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഞാനത് വായിക്കാം.
ധർമ്മം മുതലായ പുരുഷാർത്ഥങ്ങളെ സാധിപ്പിക്കുന്നതും ആഹ്ലാദജനകമാകയാൽ പ്രേക്ഷകർക്ക് അഭിലഷണീയവും നാട്യകർത്താക്കൾക്ക് കീർത്തിയുണ്ടാക്കുന്നതും ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്നതും വ്യക്തമായി മനസ്സിലാക്കാവുന്നതും ഭാവി ലോകത്തിന് എല്ലാ കർമ്മങ്ങളെയും കാണിച്ചു കൊടുക്കുന്നതും സകല കലാശാസ്ത്ര വിഷയങ്ങളും സർവശില്പങ്ങളും ചേർന്നതും ഇതിവൃത്ത വിശേഷങ്ങളെ അവലംബിക്കുന്നതുമായി നാട്യമെന്ന പഞ്ചമവേദം ഞാൻ നിർമ്മിക്കുന്നു എന്ന് സങ്കൽപ്പിച്ച ശേഷം ബ്രഹ്മാവ് എല്ലാ വേദങ്ങളെയും സ്മരിച്ച് 4 വേദങ്ങളുടെയും അംഗങ്ങൾ കലർത്തി നാട്യവേദം നിർമ്മിച്ചു. അപ്പോൾ കലയുടെ സാമാന്യമായി കല, ഇപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ കാവ്യത്തെയും നാടകത്തെയും മാണ് പ്രധാനമായും ഈ നാട്യം അല്ലെങ്കിൽ കല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കല എന്നതിന് അർത്ഥം അത് നമുക്ക് സാമാന്യമായിട്ട് സ്വീകരിച്ചാൽ വേദത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് കൂടുതൽ ഗഹനമാണ്, ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് അതിലുള്ള ആശയങ്ങൾ തന്നെ കുറേ കൂടി ലളിതമായി, കുറേ കൂടി രസകരമായി ആളുകളിൽ എത്തിക്കുക എന്നതാണ് നാട്യത്തിൻ്റെ ലക്ഷ്യം എന്ന് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭരതമുനിയെ സംബന്ധിച്ചിടത്തോളം നാട്യശാസ്ത്രത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വേദങ്ങളുടെ സംഗ്രഹം അല്ലെങ്കിൽ വേദങ്ങളുടെ സാരം, ഈ വേദങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും മറ്റും ശേഷിയില്ലാത്തവർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ അനുകൽപ്പനം ചെയ്യുക, അതിൻ്റെ രൂപം മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാവും. വേറൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നത്, അതും ചാത്തനാത്ത ചെന്നുണ്ണി മാഷ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ ഒരു ഭാഗമാണ്. അതിങ്ങനെയാണ്: ഉത്തമാധമ മധ്യാനാം നാരാണാം കർമ്മ സംശ്രയം ഹിതോപദേശജനനം നാട്യമേതദ്ഭവിഷ്യതി സർവാർത്ഥേ സർവദാ ചൈവ സർവകർമ്മക്രിയാസ്വത സർവോപദേശജനനം നാട്യം ലോകേ ഭവിഷ്യതി ദുഃഖാർത്ഥാനാം ശ്രമാർത്ഥാനാം ശോകാർത്താനാം തപസ്വിനാം വിശാന്തി ജനനം കാലേ നാട്യമേതദ്ഭവിഷ്യതി ധർമ്മ്യം യശസ്യമായുഷ്യം ഹിതം ബുദ്ധി വിവർദ്ധനം ലോകോപദേശജനനം നാട്യമേതദ്ഭവിഷ്യതി. അദ്ദേഹം പറയുന്നത്, വേദാംഗങ്ങളുടെ ധർമാനുശാസന ശൈലി സാമാന്യ ജനങ്ങൾക്ക് ദുർഗ്രഹമാണ്, വൈരസ്യജനകവുമാണ്. അവർക്കത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടവർ അധർമ്മത്തിലേക്ക് വഴുതി വീഴുന്നു. അതേ ജീവിത തത്വങ്ങൾ തന്നെ അവരെ ആകർഷിക്കുകയും വികാരം കൊള്ളിക്കുകയും ചെയ്യുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്ന നാട്യകലയെ അവർ സർവാത്മന സ്വാഗതം ചെയ്യും. ഇതാണ് ആലങ്കാരികമായ ഈ ഉൽപ്പത്തി കഥ വ്യക്തമാക്കുന്നത്. ദുഃഖപരവശരായി അധ്വാനത്താർ തളർന്നവരായി മനസ്സെരിയുന്ന ദീനജനങ്ങളെ ആശ്വസിപ്പിക്കുക, സജ്ജനങ്ങളെ അവരുടെ ധർമാഭിസന്ധിയിൽ അഭിനന്ദിക്കുക, അജ്ഞാനികളെ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുക, ധർമ്മബോധം ഉളവാക്കുക, യശസ്സുണ്ടാക്കാനുള്ള വഴി കാണിക്കുക, മാനസികമായ ആരോഗ്യം വളർത്തി ആയുസ് വർദ്ധിപ്പിക്കുക, ഹിതമെന്തെന്നറിയിക്കുക, ബുദ്ധിവികാസം നൽകുക, ധാർമ്മിക ജീവിതത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക എന്നിവ നാട്യപ്രയോജനങ്ങളായി ഭരതൻ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാഷ് ഇതിനകത്ത് ഉദ്ധരിച്ചിട്ടുള്ള നാട്യശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ. ഈ ഉദ്ധരിച്ച ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിൻ്റെ വേര് വേദങ്ങളിലാണ് അല്ലെങ്കിൽ വൈദിക പാരമ്പര്യത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിൻ്റെ വേരെവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് വൈദിക പാരമ്പര്യത്തിലാണ്. അംബേദ്കർ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ വിമർശനത്തിൽ ഉന്നയിക്കുന്നൊരു വിഷയം ഇതുതന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജ്ഞാന പദ്ധതികൾ മുഴുവൻ വൈദികമായ ഒന്നിലേക്ക്
ന്യൂനീകരിക്കുക എന്നത് നമ്മുടെ ഒരു എന്താ പറയുക, ഇന്ത്യൻ ചിന്താപദ്ധതികളുടെ വികാസത്തിന് തടസ്സമായി നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രത്യയശാസ്ത്ര ഇടപെടലാണ് എന്ന് അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നാട്യശാസ്ത്രത്തിലെ ഈ രണ്ട് ഭാഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. വേദം വലിച്ചിട്ട് മനസ്സിലാവാൻ പറ്റാത്തവർക്ക് അതിൻ്റെ സന്ദേശത്തിക്കുക, അവർക്ക് ധർമ്മം ഉപദേശിക്കുക, അതാണ്. അപ്പോൾ ഈ ധർമ്മോപദേശം, ഈ പറഞ്ഞ വൈദികമായിട്ടുള്ള ജ്ഞാനപദ്ധതികളിലേക്കുള്ള ഉപനയനം, ഇതെല്ലാം വാസ്തവത്തിൽ ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ഇന്ത്യയിൽ മറ്റ് യൂറോപ്യൻ നാടുകളിൽ പലപ്പോഴും നമുക്കറിയാം തത്വചിന്തയുടെ ഭാഗമാണ് സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഈ തത്വചിന്തയുടെ ഭാഗമായിട്ടല്ല ഈ സൗന്ദര്യശാസ്ത്രം അല്ലെങ്കിൽ ഈ കാവ്യശാസ്ത്രം കടന്നു വന്നിട്ടുള്ളത്. രണ്ടായിട്ടാണ് നിന്നിട്ടുള്ളത്. അത് രണ്ടായിട്ടാണ്. ഒരു ഇന്ത്യൻ ഫിലോസഫിയുടെ ഭാഗമല്ല പലപ്പോഴും ഈ കാവ്യ ശാസ്ത്രം എന്ന് പറയുന്നത്. അത് വേറെ ആയിട്ട് തന്നെയാണ്, പോയറ്റിക്സ് വേറെ ആയിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം. തത്വചിന്ത യഥാർത്ഥത്തിൽ യൂറോപ്പിൽ പ്രത്യേകിച്ചും ജീവിതം എന്ന് പറയുന്ന ഒന്നിനെ നോക്കിക്കാണുകയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വിശദീകരിക്കുകയും ആ യാഥാർത്ഥ്യത്തെ വിശദീകരിക്കുന്നതിൽ വരുന്ന പരിണാമത്തിനനുസരിച്ച് അവിടെ തത്വചിന്തയിൽ പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ വികസിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ജീവിതം എന്നോ നമുക്ക് ചുറ്റുമുള്ള ലോകമെന്നോ ഭൗതികമായ പരിസരങ്ങളെന്നോ പറയുന്ന ഒന്നിലേക്കാണ് യൂറോപ്യൻ തത്വചിന്തയുടെ കാഴ്ചവട്ടം. ആ യൂറോപ്യൻ തത്വചിന്തയുടെ കാഴ്ചവട്ടം എന്ന് പറയുന്നത് ഭൗതികമായവരുടെ ജീവിതം തന്നെ. എന്നാൽ ഇന്ത്യൻ തത്വചിന്തയുടെ ഒരു പരിസരം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അത് പലപ്പോഴും ഈ പറഞ്ഞ വിധത്തിൽ ഈ ഇഹലോക ജീവിതത്തെ തന്നെ നിരാകരിക്കാനും അതിൽ നിന്ന് ഒരർത്ഥത്തിൽ അതിന് അതീതമായ, നമ്മൾ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് അർത്ഥത്തിൽ മെറ്റാഫിസിക്കലായ അതീതമായ ചില തലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും വിചാരങ്ങളെയും ഒക്കെ കൊണ്ടുചെല്ലാനും പ്രേരിപ്പിക്കുന്നതാണ് ഇന്ത്യൻ തത്വചിന്തയിലെ ഒരു പ്രബലമായ ധാര. അത് മാത്രമേ ഇന്ത്യൻ തത്വചിന്തയിലുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. ഇന്ത്യയിൽ ബുദ്ധമതം ഉണ്ടായിട്ടുണ്ട്, ചാർവാകമതം, സാഖ്യം, വൈശേഷികം. അങ്ങനെ ഈ ഭൗതിക ജീവിതത്തെയും വളരെ പ്രധാനമായി കാണുകയും അതിനകത്ത് ഇടപെടാനുള്ള ശേഷി വികസിപ്പിക്കുകയും ചെയ്ത നിരവധി ആശയങ്ങൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ അവയെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് പ്രബലമായ ധാര എന്ന് പറയുന്നത് ഈ വൈദിക ധാരയാണ്. ആ വൈദിക ധാരയിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധം ആത്മീയമെന്നോ അല്ലെങ്കിൽ ഈ അതിഭൗതികമെന്നോ വിശേഷിപ്പിക്കാവുന്ന ആശയപരമായ സമീപനമാണ് ഇന്ത്യൻ തത്വചിന്തയിൽ ഏറ്റവും പ്രധാനം. അങ്ങനെ ഇന്ത്യൻ തത്വചിന്തയിലെ ഈ പറയുന്ന മെറ്റാഫിസിക്കലായ അതിഭൗതികമായ അല്ലെങ്കിൽ അതിഭൗതികവാദപരമായ ആശയവാദപരമായ സമീപനങ്ങൾ ജീവിതത്തെ നിരാകരിച്ചുകൊണ്ട് മോക്ഷം തുടങ്ങിയ ചില ആശയങ്ങളിലേക്കാണ് ഇന്ത്യൻ തത്വചിന്ത കടന്നു ചെന്നത് നമുക്കറിയാം. ബ്രഹ്മാനന്ദരസം അനുഭവിക്കലാണ് മോക്ഷം എന്നും അവർ പറയും. അപ്പോൾ ഇന്ത്യൻ തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം ഈ ഇഹലോക ജീവിതത്തിൽ അല്ലെങ്കിൽ സംസാര ചക്രം എന്ന് പറയുന്ന ഒന്നിലേക്ക് മനുഷ്യരെ ആകർഷിക്കുകയും അങ്ങനെ മോക്ഷത്തിലേക്കുള്ള വഴി തടയുകയും ചെയ്യുന്ന ഒന്നിനോട്
സ്വാഭാവികമായും വിപ്രതിപത്തി തോന്നുക എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കല എന്ന ഒന്നിനെ ഈ പറയുന്ന അതിഭൗതികവാദ ദർശനങ്ങളുടെ പരിധിക്ക് പുറത്തു നിർത്തിയത് എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. അതായത് മോക്ഷാർത്ഥികളായിട്ടുള്ള യോഗിവര്യന്മാരെ സംബന്ധിച്ചിടത്തോളം നാട്യവും നൃത്തവും കലയുമൊക്കെ അവരുടെ ഈ പറഞ്ഞ വഴിയിലേക്കുള്ള പോക്കിനെ തടയുന്നതാണ്. നമുക്കറിയാം, ഈ പലപ്പോഴും സന്യാസിമാരുടെ തപസ് മുടക്കുന്നതിന് വേണ്ടി വരാറുള്ളത് സ്വർഗലോകത്തുള്ള നർത്തകികളാണ്. അപ്പോൾ രംഭ, തിലോത്തമ തുടങ്ങിയവരൊക്കെ വലിയ നർത്തകികളായിരുന്നു. അപ്പം നൃത്തം എന്ന് പറയുന്നത് ഈ മോക്ഷത്തിലേക്കുള്ള അല്ലെങ്കിൽ ഒരു സന്യാസാശ്രമത്തിലുള്ള ഒരാളുടെ ആ സ്ഥൈര്യത്തെ ഇളക്കുന്നതാണ് എന്ന ഒരു കാഴ്ചപ്പാട് ഇന്ത്യൻ ഉപബോധ മനസ്സിലുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കലയെ അവർ ഈ പൊതു തത്വചിന്തയുടെ ഒരു പരിപ്രേക്ഷ്യത്തിന് പുറത്തു നിർത്തിയത് എന്നൂഹിക്കാം. എന്നാൽ അങ്ങനെ പുറത്താണ് നിർത്തിയതെങ്കിലും ഈ പറയുന്ന കലയെ സാമാന്യമായ തത്വചിന്തയ്ക്ക് പുറത്താണ് നിർത്തിയതെങ്കിലും കലയുടെ ലക്ഷ്യമായി കണ്ടത്, ഈ നാട്യശാസ്ത്രത്തിൽ കലയുടെ ലക്ഷ്യമായിട്ട് ധർമ്മോപദേശം തുടങ്ങിയിട്ടുള്ള പലതും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിൽക്കാലത്തെ ഈ കാവ്യമീമാംസകർ കാവ്യത്തിൻ്റെ ലക്ഷ്യമായി അല്ലെങ്കിൽ നാട്യത്തിൻ്റെ ലക്ഷ്യമായി, കലയുടെ ലക്ഷ്യമായി സൂചിപ്പിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഉപദേശ ധർമ്മോദ്ബോധനത്തെക്കാളൊക്കെ പ്രധാനം ആനന്ദമാണ്, ആസ്വാദനമാണ് എന്നൂന്നി പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഭാമഹൻ അദ്ദേഹത്തിൻ്റെ കാവ്യാലങ്കാരത്തിൽ ധർമാർത്ഥ കാമമോക്ഷേഷു വൈചക്ഷണ്യം കലാസുച പ്രീതിം കരോതി കീർത്തിം ച സാധു കാവ്യനിബന്ധനം എന്ന് പറയുന്നുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളിൽ വൈദഗ്ധ്യം, കലാനൈപുണ്യം, കീർത്തി, ആനന്ദം എന്നിവയാണ് ഉത്തമ സാഹിത്യത്തിൻ്റെ പ്രയോജനങ്ങൾ എന്ന് ഭാമഹൻ കാവ്യാലങ്കാരത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആശയം, ഇതിലെ ധർമ്മത്തിനും അർത്ഥത്തിനും കാമത്തിനും മോക്ഷത്തിനുമൊക്കെ പ്രാധാന്യം, ഈ പുരുഷാർത്ഥങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊക്കെ ഈ ഒരു ആശയധാരയൊക്കെ വരുന്നത് ഇന്ത്യയുടെ നേരത്തെ പറഞ്ഞ വൈദിക പാരമ്പര്യത്തിൽ നിന്നാണ്. ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിൻ്റെ വേരന്വേഷിച്ചു പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ സംസ്കൃത കാവ്യശാസ്ത്രത്തിൻ്റെ, കാവ്യമീമാംസയുടെ വേരന്വേഷിച്ചു പോകുന്ന ആളുകൾ എത്തിച്ചേരുന്നത് ഇന്ത്യൻ വൈദിക പാരമ്പര്യത്തിൽ തന്നെയാണ്. അപ്പോൾ വൈദിക പാരമ്പര്യത്തിന് പുറത്തും നമുക്ക് ധാരാളം ചിന്താപദ്ധതികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബൗദ്ധ ദർശനം മുതൽ നിരവധി ആശയധാരകൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നല്ല നാം ഇന്ന് പരിചയപ്പെടുന്ന ഇന്ത്യൻ കാവ്യശാസ്ത്രം വികസിച്ചു വന്നിട്ടുള്ളത് എന്ന കാര്യം നാം പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ ഈ പറഞ്ഞ ആശയം, അതായത് ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് പറയുമ്പോഴും ആനന്ദമാണ് പ്രധാനം എന്ന ആശയം പിന്നീട് പ്രബലമായി വരുന്നത് കാണാം. ഇപ്പോൾ ഈ ധനഞ്ജയൻ, അതാണ് ധനഞ്ജയൻ്റെ ദശരൂപകം എന്ന കൃതിയിൽ ആനന്ദനിഷ്യന്തിഷു രൂപകേഷു വിൽപ്പത്തി മാത്രം ഫലമൽപബുദ്ധി യോപീതിഹാസാദിവദാഹ സാധു തസ്മൈ നമ സാധു പരാങ്മുഖായ. ആനന്ദനിഷ്യന്തിഷു രൂപകേഷു വിൽപ്പത്തി മാത്രം ഫലമൽപബുദ്ധി. അതായത് ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇതിഹാസ പുരാണാദികളുടെ മുഖ്യ പ്രയോജനമാണ്.
നാട്യത്തിൻ്റെ മുഖ്യ പ്രയോജനവും അതുതന്നെയെന്ന് ധരിച്ചു വെച്ച അരസികന്മാരും അല്പബുദ്ധികളുമായ സാധുക്കളെ നമസ്കരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. യോ പീതിഹാസാദിവ ദാഹ സാധുസ്തസ്മൈ നമഃ സാധു പരാങ്മുഖായ. അപ്പോൾ ഈ ധർമാധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നത് ഇതിഹാസങ്ങളുടെ കാര്യമാണ്, ഇതിഹാസങ്ങളുടെ ജോലിയാണ്. കാവ്യത്തിൻ്റെ ലക്ഷ്യം അതാണ്, നാട്യത്തിൻ്റെ ലക്ഷ്യം അതാണ് എന്ന് കരുതുന്നവർ വിഡ്ഢികളാണ്. അതിൻ്റെ ലക്ഷ്യം ആനന്ദം തന്നെയാണ് എന്ന് ധനഞ്ജയൻ പറയുന്നു. അതാണ്. അപ്പോൾ ധർമ്മം മുതലായ പുരുഷാർത്ഥങ്ങൾ നേടുന്നതിനുള്ള ഉപായമാണ് സഹൃദയ ആഹ്ലാദമായ കാവ്യം. ലോകവ്യവഹാരത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും അതിൽ നിന്ന് ലഭിക്കും. എന്നാൽ പുരുഷാർത്ഥ ഫലം ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതലായി സഹൃദയന് കാവ്യാമൃത രസാസ്വാദം കൊണ്ട് നേടാവുന്ന ആന്തരികമായ ആനന്ദാനുഭൂതിയാണ് എന്ന് കുന്തകൻ വക്രോക്തി ജീവിതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നാട്യശാസ്ത്രത്തിൽ ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് വരുമ്പോഴേക്കും നാം കാണുന്നത് ഹേമചന്ദ്രൻ, വിശ്വനാഥൻ, മാഷിതിൽ ധാരാളം ആളുകളെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യൻ കാവ്യശാസ്ത്രം പ്രധാനമായും ആനന്ദതത്വത്തിലാണ് ഊന്നിയിട്ടുള്ളത് എന്ന്. എന്നാൽ ഈ ആനന്ദത്തിൻ്റെ സ്വഭാവം എന്താണ്? അതും മാഷ് കൃത്യമായിട്ട് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആനന്ദം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ആനന്ദമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. അദ്ദേഹം പറയുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. സമുചിതമായ വർണ്ണപദ വാക്യ സംരചനയും ഇതിവൃത്ത സംവിധാനവും ബിംബയോജനയും താളലയ വിന്യാസവും കൊണ്ട് ശ്രദ്ധാപൂർവം കടഞ്ഞെടുത്ത് സുന്ദരമായ രൂപശില്പവും അതിലൂടെ പ്രതിഭാസിക്കുന്ന ഭാവസാന്ദ്രമായ അർത്ഥശില്പവും ആസ്വാദകൻ്റെ പ്രതിഭയെ തട്ടിയുണർത്തി ആത്മവിസ്മൃതികരവും അലോകസാധാരണവുമായ ഒരു വൈകാരിക അനുഭൂതിയിൽ അയാളെ ആമഗ്നനാക്കുകയാണ്. ആസ്വാദരൂപപരമായ ഈ അനുഭൂതിയാണ് രസം. ഹൃദയസംവാദജന്യമായ രസാസ്വാദനത്താൽ ഉളവാകുന്ന ആനന്ദം ലൗകിക ജീവിതത്തിലെ ഭൗതികമായ ആനന്ദാനുഭവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. വൈയക്തികതയുടെ പരിമിതികളില്ലാത്ത ഈ ആനന്ദാനുഭൂതിയിലൂടെ നമ്മുടെ ആത്മാവിൻ്റെ മണ്ഡലങ്ങൾ വികസിക്കുകയും സാംസ്കാരികമായൊരു ഉന്നമനം, ജീവിതബന്ധങ്ങളെക്കുറിച്ച് വിശാലമായൊരു അഭിവീക്ഷണം, ദാർശനികമായൊരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് രസാനുഭൂതി ബ്രഹ്മാസ്വാദത്തിന് സദൃശമാണെന്ന് ഭട്ടനായകനും അഭിനവഗുപ്തനും മറ്റും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ രസാസ്വാദനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാസ്വാദനം തന്നെയാണ്, ബ്രഹ്മാനന്ദം തന്നെയാണ് എന്ന് ഇന്ത്യൻ കാവ്യമീമാംസകർ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സന്യാസിമാർക്ക് അല്ലെങ്കിൽ എന്താണ് തപസ്വികൾക്ക് ഈ നിരന്തരമായ തപസ്സുകൊണ്ട്, മനനം കൊണ്ട്, ധ്യാനം കൊണ്ട് മോക്ഷം എന്നൊരവസ്ഥയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നിത്യമായി എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഒരു അനുഭവം എന്താണെന്ന് താൽക്കാലികമായെങ്കിലും സഹൃദയരായിട്ടുള്ള ആളുകളെ, സാധാരണക്കാരെ ബോധിപ്പിക്കാൻ കഴിയുന്ന ഒരനുഭൂതി വിശേഷമാണ് കാവ്യാസ്വാദനം. കാവ്യാസ്വാദനത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ കാവ്യം രചിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നാട്യം രൂപപ്പെടുന്നത് അനുഭാവ വ്യഭിചാരി സംയോഗാത് രസനിഷ്പത്തി എന്നാണല്ലോ പറയുന്നത്. അനുഭാവ വ്യഭിചാരി സംയോഗമാണ്. അപ്പോൾ ഇതെല്ലാം ഈ രസം ഉണ്ടാക്കാൻ ആവശ്യമായ ബാഹ്യ സംയോജകങ്ങളാണ്. ഇതിൻ്റെ സന്ദർഭം, കഥാപാത്രങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഈ രസസിദ്ധാന്തത്തിനകത്ത് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അനുഭാവ വ്യഭിചാരി സംയോഗം എന്ന് പറയുന്നത് രസാസ്വാദനത്തിനുള്ള ബാഹ്യ സംയോജകങ്ങളാണ്. ഈ ബാഹ്യ സംയോജകങ്ങളുടെ എല്ലാം ഫലമായിട്ട് നാം എത്തിച്ചേരുന്ന ഒരു സവിശേഷമായ അവസ്ഥയാണ് രസാസ്വാദനം. അപ്പോൾ ഇത് താൽക്കാലികമാണ്. നമ്മൾ നാടകം കാണുക എന്ന് പറയും, നാടകം കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ ഈ വിഭാവവും അനുഭാവവും വ്യഭിചാരി ഭാവവും എല്ലാം അവിടെ നിന്ന് മാഞ്ഞുപോയി, നമ്മൾ പുറത്തേക്ക് കടന്നു.
നമ്മൾ വീണ്ടും ഈ സംസാരത്തിലേക്ക് തന്നെയാണ്, നമ്മളെ ദൈനംദിന ജീവിതത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് കലയുണ്ടാക്കുന്ന ഈ ഒരു പ്രത്യേകമായ രസാനുഭവം തപസ്വികൾക്കും മറ്റും കിട്ടുന്നത് പോലെയുള്ള വളരെ സ്ഥിരമായി നിൽക്കുന്ന ബ്രഹ്മാനന്ദമല്ല, അത് താൽക്കാലികമാണ്. എങ്കിലും ആ ഒരു അനുഭവം ഈ സാധാരണക്കാർക്ക് ലഭിക്കുന്നു എന്നതാണ് കലയുടെ ലക്ഷ്യം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കാര്യം തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. സന്യാസിമാരും മറ്റും എങ്ങനെയാണോ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നത്, ആ ഒരു അനുഭൂതി തന്നെയാണ് കലാസ്വാദനത്തിൽ ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞാൽ ഇഹലോക ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ്. അതിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടതാണ് കല. ജീവിതത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടതാണ് കല എന്ന സങ്കല്പം ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിൽ പ്രബലമാണ്. ഇതാണ് പ്രദീപൻ ബാമ്പരിക്കുന്നിനെ പോലുള്ള വിമർശകർ പ്രധാനമായി ഉന്നയിച്ചിട്ടുള്ളൊരു പ്രശ്നം. കാരണം ജീവിതഗന്ധിയല്ല ഇന്ത്യൻ കാവ്യശാസ്ത്രം, മറിച്ച് അത് ജീവിതത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടതാണ്. അങ്ങനെ ജീവിതത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട് ജീവിതത്തിൻ്റെ മുകളിലേക്ക് പോയി അതിനെ അമൂർത്തവൽക്കരിച്ച് സവിശേഷമായിട്ടുള്ള ഒരു ഉദാത്തമായ എന്ന് വിശേഷിപ്പിക്കാവുന്ന സബ്ലൈം എന്ന് വിളിക്കാവുന്ന ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് താഴേക്ക് ജീവിതത്തെ നോക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കല എന്നത് ജീവിതത്തിൽ ഇടപെടാനുള്ള ഒന്നല്ല, അത് ജീവിതത്തിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കാനുള്ള ഒന്നാണ്. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പോൾ നമ്മളെ വ്യാസൻ്റെ ചിരി എന്ന ലേഖനത്തിൽ മാരാരൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ജീവിതം എന്ന് പറയുന്നത് നേട്ടങ്ങളും കോട്ടങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ ഒരുമിച്ചുള്ള ഒന്നാണെന്നും അതുകൊണ്ട് ഇതിനകത്ത് ഇടപെടുന്നതിൽ കാര്യമില്ല എന്നുമുള്ള ഈ ഒരു തരം നിശ്ചേഷ്ടതയിലേക്ക് നമ്മളെ എത്തിക്കുകയും അങ്ങനെ ആ ഒരു അനുഭൂതി വിശേഷം ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ നിന്ന് അന്യവൽക്കരിച്ചുകൊണ്ടുള്ള ഒരവസ്ഥയിലേക്ക്, അന്യവൽക്കരിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒന്നാണ് ഇന്ത്യൻ കാവ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം കാവ്യം അല്ലെങ്കിൽ കല എന്ന് പറയുന്നത്. ഇത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ യൂറോപ്യൻ സൗന്ദര്യശാസ്ത്രത്തിൽ പിൽക്കാലത്ത് നമ്മൾ ചർച്ച ചെയ്ത പല വിഷയങ്ങളും ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിനകത്ത് ഗൗരവമായി ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, രൂപമാണോ പ്രധാനം ഭാവമാണോ പ്രധാനം എന്ന തർക്കം യൂറോപ്പിൽ നടന്നു, മലയാളത്തിൽ നടന്നു, ധാരാളം ചർച്ചകൾ നടന്നതിനെപ്പറ്റി നമുക്കറിയാം. എന്നാൽ അത്തരത്തിലുള്ളൊരു ചർച്ച ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിനകത്ത് തിരഞ്ഞാൽ നമുക്ക് കാണില്ല. കാരണം രൂപവും ഈ പറയുന്ന ഉള്ളടക്കവും മറ്റും രസാസ്വാദനത്തിനുള്ള ഉപാധികളാണ് എന്നതാണ് ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിൻ്റെ സങ്കല്പം. അതുകൊണ്ട് രസം ആസ്വദിക്കാൻ ആവശ്യമായ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബാഹ്യ സംയോജകങ്ങളുടെ ഭാഗമാണ് കലയുടെ രൂപവും ഉള്ളടക്കവും മറ്റും. അവർ ഇന്ത്യയിൽ ഏറ്റവും ആഴത്തിൽ ഗവേഷണവും പരീക്ഷണവും അന്വേഷണവും ഒക്കെ നടത്തിയിട്ടുള്ളത് രസാസ്വാദന പ്രക്രിയ വിശദീകരിക്കാനാണ്, ഈ ആനന്ദം നേടുന്ന പ്രക്രിയ വിശദീകരിക്കാനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കാവ്യത്തിൻ്റെ ഉറവിടം, കാവ്യത്തിൻ്റെ ലക്ഷ്യം, കാവ്യത്തിൻ്റെ പ്രക്രിയ, ഇതൊക്കെ പറയുമ്പോൾ ഇതിലേറ്റവും കൂടുതൽ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് കാവ്യത്തിൻ്റെ പ്രക്രിയ വിശദീകരിക്കാൻ തന്നെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്, കാവ്യ ആസ്വാദനം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കാനാണ് അവരധികവും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രസം എന്ന് പറയുന്നതിനെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും അതിനെ വർഗീകരിക്കുകയും അതിൻ്റെ ഉപാധികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുകയും അതിനകത്താണ് ഇന്ത്യയിൽ പ്രധാനമായും ഈ പറയുന്ന അന്വേഷണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് രൂപപരമായ പരീക്ഷണങ്ങളിലേക്കോ ഉള്ളടക്കത്തെ സംബന്ധിച്ച ഉത്കണ്ഠകളിലേക്കോ ഇന്ത്യൻ കാവ്യമീമാംസകർ കടന്നു ചെന്നിട്ടില്ല, ഇന്ത്യയിലെ കവികളും കടന്നു ചെന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ കാവ്യങ്ങളെല്ലാം ആരാര് സൂചിപ്പിക്കുന്ന പോലെ പലപ്പോഴും പകർപ്പുകളും അനുകരണങ്ങളും പുനരാഖ്യാനങ്ങളും മാത്രമായി തീർന്നു. നമ്മൾ കഥകളി കാണുന്ന ആളുകളെ നമുക്കറിയാം, അവർ കഥ അറിഞ്ഞിട്ടാണ് ആട്ടം കാണാൻ പോകുന്നത് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. കഥ കേൾക്കാൻ വേണ്ടിയോ കഥ അറിയാൻ വേണ്ടിയോ അല്ല അവരവിടെ പോകുന്നത്, അവർ ആ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. ആ പെർഫോമൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ രസാനുഭവം എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്നതിനെക്കുറിച്ചാണ് അതിലോരോ നടനും യഥാർത്ഥത്തിൽ തങ്ങളുടെ മനോധർമ്മത്തിലൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് കണ്ട കഥ തന്നെ വീണ്ടും വീണ്ടും കാണാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ രസാസ്വാദനത്തിൻ്റെ സൂക്ഷ്മതയാണ് എന്നർത്ഥം. എന്നാൽ ആധുനികമായ നമ്മുടെ കലയെ സംബന്ധിച്ച്, സാഹിത്യത്തെ സംബന്ധിച്ച്, സൗന്ദര്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് പ്രതിജന ഭിന്ന വിചിത്രമായ ജീവിതത്തെ ആവിഷ്കരിക്കുന്നതാണ് കല എന്നതാണ് നമ്മുടെ ആധുനിക സങ്കല്പം. അതിൽ നിന്ന് വ്യത്യസ്തമാണ്, അത് മാരാര് എന്നെ സൂചിപ്പിച്ചിട്ടുള്ളൊരു ഒരു പ്രയോഗമാണ് പ്രതിജന ഭിന്ന വിചിത്രമായ ജീവിതം എന്നത്. എന്നാൽ അത്തരത്തിലൊരു ജീവിതം നമുക്ക് ഈ ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിൽ പരിചരിക്കപ്പെട്ടതായി കാണില്ല. ഇന്ത്യയുടെ കാവ്യചരിത്രത്തിലും അല്ലെങ്കിൽ നാടക ചരിത്രത്തിലും നമ്മൾ ആ അർത്ഥത്തിൽ പ്രതിജന ഭിന്ന വിചിത്രമായ ജീവിതം കാണില്ല. അവിടെ നേരത്തെ പറഞ്ഞ ഈ രസാനുഭൂതിക്കാണ് ഊന്നൽ നൽകിയത് എന്നതുകൊണ്ട് രൂപപരമോ ഭാവപരമോ ആയ പരീക്ഷണങ്ങൾക്ക് നമ്മുടെ സാഹിത്യം വഴങ്ങിയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ കഥയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിനോ അതിൻ്റെ രൂപത്തിനോ പ്രാധാന്യമില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഒരു കൃതിയെ സമഗ്രമായി പരിശോധിക്കുന്ന ദാർശനിക പദ്ധതികൾ ഇന്ത്യയിൽ കാവ്യശാസ്ത്രത്തിൽ വികസിച്ചു വന്നിട്ടില്ല. അവർ നേരത്തെ പറഞ്ഞ പോലെ രസാസ്വാദനമാണ് പ്രധാനം, കാവ്യപ്രയോജനം രസാസ്വാദനമാണ് എന്ന് വന്നതോടുകൂടി അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളാണ് നടന്നത് എന്നതുകൊണ്ട് തന്നെ അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കഥകളിയിൽ നമുക്കറിയാം ധാരാളം ഇപ്പോൾ മഹാഭാരതത്തിൽ നിന്നോ അല്ലെങ്കിൽ രാമായണത്തിൽ നിന്നോ ഒക്കെയുള്ള കഥാസന്ദർഭങ്ങളാണ് പലപ്പോഴും ആട്ടക്കഥകളായി വികസിച്ചിട്ടുള്ളത്. ധാരാളം ആട്ടക്കഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ആട്ടക്കഥകളിലൊക്കെ ഏതെങ്കിലും ഒരു ഇതിഹാസം പൂർണ്ണമായി പറയുക അല്ലെങ്കിൽ ഒരു കഥ പൂർണ്ണമായി പറയുക, കൂടിയാട്ടത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്കറിയാം. കഥ പറഞ്ഞു തീർക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഒരു പ്രകൃതം എന്ന് നമുക്കറിയാം. പകരം ഈ പറഞ്ഞ പോലെ അതിനെ ശകലങ്ങളായി, ഈ ഇതിവൃത്തത്തെ ശകലങ്ങളായി മുറിച്ച് അതിൽ ഈ പറഞ്ഞ രസാസ്വാദനത്തിന് പറ്റുന്ന സന്ദർഭം ഏതാണെങ്കിൽ അതങ്ങ് പെറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് പെറുക്കിയെടുത്ത ആളുകളുടെ മുന്നിൽ അങ്ങ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു കാവ്യത്തെ സമഗ്രമായി കണ്ടുകൊണ്ട് അതിൻ്റെ വിവിധ മാനങ്ങളെ വിശകലനം ചെയ്യുന്ന ദാർശനിക പദ്ധതികളൊന്നും ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിനകത്ത് വികസിച്ചു വരാഞ്ഞത് യഥാർത്ഥത്തിൽ ഈ രസാസ്വാദനത്തിന് നൽകിയ ഊന്നൽ കൊണ്ട് സംഭവിച്ച ഒരു സവിശേഷതയാണ് എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജീവിതത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട ഒന്നാണ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒന്നാണ്, ജീവിതത്തിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട ഒന്നാണ്, അതിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒന്നായിട്ടാണ്, ഒരു വിതാനത്തിലാണ്, ആകാശത്തിലാണ് കലയുടെ നിൽപ്പ് എന്നതുകൊണ്ട് തന്നെ കല ഇടപെടുന്നില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. ദൈനംദിനത്തിൽ അത് ഇടപെടുന്നില്ല. ദൈനംദിനത്തിൽ അത് ഇടപെടാത്തത് കൊണ്ട് തന്നെ അതിന് സദാചാരപരമായ ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളുണ്ട് എന്ന് വാസ്തവത്തിൽ ഇന്ത്യൻ കാവ്യമീമാംസകർ കരുതിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വിധത്തിൽ ആസ്വാദനമാണ് പ്രധാനം, അത് വൈയക്തികമായ ഒരു അനുഭൂതി വിശേഷമാണ്. അതിന് സോഷ്യലായ സാമൂഹ്യമായ എന്തെങ്കിലും പരിഗണനകൾ ആവശ്യമുണ്ട് എന്നവർക്ക് തോന്നാതിരുന്നതും ഈ രസാസ്വാദനത്തിന് നൽകിയ ഊന്നൽ കൊണ്ടാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സദാചാര ബന്ധിയല്ല, അല്ലെങ്കിൽ സദാചാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ധർമ്മം കലയ്ക്ക് സാഹിത്യത്തിന് നിർവഹിക്കാനുണ്ട് എന്നവർക്ക് തോന്നിയില്ല. സദാചാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വാസ്തവത്തിൽ നമുക്ക് ഇടപെടാനുള്ള ഒരവസരം നൽകുന്നതിനെയാണ് നമ്മൾ സാധാരണ ധാർമ്മികത അല്ലെങ്കിൽ സദാചാരം എന്ന് പറയുന്നത്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു പൊസിഷനാണ്, ഒരു പക്ഷപാതിത്വമാണ് ധാർമ്മികതയുടെയും സദാചാരത്തിൻ്റെയും അർത്ഥം എന്ന് പറഞ്ഞാൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, നന്മ എന്താണ്, തിന്മ എന്താണ് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയുള്ള നമ്മുടെ ഒരു നിലപാടിനാണ് നമ്മൾ ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പോൾ അത് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള ഒന്നാണ്. എന്നാൽ കലയും സാഹിത്യവും ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ തരത്തിൽ കലയ്ക്ക് ധാർമ്മികമായ സദാചാരപരമായ ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട് എന്ന് നമ്മുടെ കാവ്യമീമാംസകർ കരുതിയിട്ടില്ല. അതുകൊണ്ട് അവർ
എന്താണ് ഈ പറഞ്ഞ സാഹിത്യത്തെ പറ്റിയും മറ്റും സൂചിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കാന്താ സംഹിതതയോപദേശയുജേ എന്ന് മമ്മടൻ കാവ്യപ്രകാശത്തിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച ധനഞ്ജയനെ പോലുള്ള ആളുകളും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യതാണ്. അതായത് പിന്നെ കാവ്യം ആനന്ദായ യശസേ കാന്താ ഉപദേശായ ച എന്ന് ഹേമചന്ദ്രനും കാവ്യാനുശാസനത്തിൽ പിന്നെ ഈ പറയുന്ന മമ്മടൻ്റെ അഭിപ്രായവും മറ്റും ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാന്തയെപ്പോലെ ഉപദേശിക്കണം എന്നാണ്. അപ്പോൾ കാന്ത ആനന്ദിപ്പിക്കുന്നവളാണ്, അതിലൂടെയാണ് ആനന്ദം. അപ്പോൾ ഇവിടെയൊക്കെ ഈ അതിലൂടെയാണ് ഉപദേശം. അപ്പോൾ ഉപദേശം എന്നായാലും ശരി, കലയുടെ പിന്നെ ധാർമ്മികതയും കലയുടെ പിന്നെ രൂപവും കലയുടെ ഉള്ളടക്കവും എല്ലാം ഈ ആനന്ദം എന്ന് പറയുന്ന ഒന്നിനെ കീഴ്പ്പെടുത്തിയതുകൊണ്ട് ഈ പറഞ്ഞ ഉത്കണ്ഠകളൊന്നും വാസ്തവത്തിൽ ഇന്ത്യൻ കാവ്യമീമാംസയിൽ ഗൗരവമായ ഒരു ചർച്ച ആയി കടന്നു വന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രീതിയിൽ പരിശോധിച്ചാൽ, ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ്, ഇന്ത്യൻ കാവ്യ സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ കാവ്യമീമാംസയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രകൃതം എന്ന് പറയുന്നത് വേദങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന വൈദിക പാരമ്പര്യം എന്തിനെയാണോ പ്രധാനമായി കണ്ടത് അതിനെ തന്നെയാണ് യഥാർത്ഥത്തിൽ കാവ്യമീമാംസയും പ്രധാനമായി കണ്ടത്. ഒന്ന് ബ്രഹ്മാനന്ദത്തെയാണെങ്കിൽ മറ്റൊന്ന് ഈ പറയുന്ന കലയിലെ ആനന്ദത്തെയാണ്. ഇവ രണ്ടും ജീവിതത്തെ നിഷേധിക്കുകയാണ് പലപ്പോഴും ചെയ്തത്. അങ്ങനെ ജീവിതത്തെ നിഷേധിക്കുന്ന സമീപനമായതുകൊണ്ട് തന്നെ കലയുടെ ഈ പറയുന്ന സാമൂഹ്യമായിട്ടുള്ള ധർമ്മം എന്താണ് എന്ന ചോദ്യത്തിന് ഇന്ത്യൻ കാവ്യമീമാംസയിൽ വലിയ ഉത്തരങ്ങളൊന്നും നമുക്ക് കണ്ടെത്താനാവില്ല. എന്നാൽ അതേസമയം രസാസ്വാദനത്തെ സംബന്ധിച്ച് ഇന്ത്യൻ കാവ്യമീമാംസയിൽ വലിയ തോതിലുള്ള ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവയൊന്നും പിൽക്കാലത്ത് വികസിപ്പിക്കപ്പെടാതെ പോയതിൻ്റെ ഒരു കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ കാവ്യസിദ്ധാന്തങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന ഈ ജീവിത നിഷേധിയായിട്ടുള്ള സമീപനം തന്നെയാണ്. ജീവിത നിഷേധിയായിട്ടുള്ള ഈ സമീപനത്തിൻ്റെ പ്രശ്നം എന്താ? ഇന്ത്യൻ ജീവിതം എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മത്തിൽ ഉറച്ചു നിന്നിരുന്ന ഒന്നാണ്. കല യഥാർത്ഥത്തിൽ ഏതൊരു സമൂഹത്തിലും, പ്രത്യേകിച്ച് ആധുനിക സമൂഹത്തിൽ, കല എപ്പോഴും ഞങ്ങളൊരു സവർണ പ്രതിപക്ഷം എന്ന് വൈലോപ്പള്ളി സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ എല്ലായ്പ്പോഴും ഒരു സവർണ പ്രതിപക്ഷമാണ്. അതാണ് കലാകാരൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ കല എല്ലായ്പ്പോഴും നിഷേധത്തിൻ്റെ അല്ലെങ്കിൽ എതിർപ്പിൻ്റെ പക്ഷത്താണ് നിന്നിട്ടുള്ളത്. അത് ഈ ജീവിത ഗന്ധിയായ ഞങ്ങൾക്ക് ജീവിതത്തിൻ കടലേ ഞങ്ങൾക്ക് കവിതയ്ക്കു മഷിപ്പാത്രം എന്ന സങ്കല്പമാണ് നമ്മുടെ ആധുനിക സൗന്ദര്യശാസ്ത്രം വികസിപ്പിച്ചത്. എന്നാൽ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് കലയുടെ സ്ഥാനം എന്ന് കൽപ്പിച്ചതാണ് ഇന്ത്യൻ കാവ്യമീമാംസ. ഇതാണ് ഇന്ത്യൻ കാവ്യമീമാംസയ്ക്ക് വിപ്ലവകരമായി തീരാൻ കഴിയാതെ പോയതിൻ്റെ അല്ലെങ്കിൽ പിൽക്കാലത്ത് വികസിക്കാൻ കഴിയാതെ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് ഇന്ത്യൻ വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ അതിൻ്റെ വിചാരമാതൃകകളെ വികസിപ്പിച്ചു കൊണ്ടുവന്നു എന്നത് തന്നെയാണ്. ഇന്ത്യൻ ജ്ഞാനപദ്ധതിയിലെ ധ്യാനാത്മക യുക്തി തന്നെയാണ് ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിനും അടിത്തറയായി തീർന്നത്. ആ ധ്യാനാത്മക യുക്തി വാസ്തവത്തിൽ വർണ്ണാശ്രമധർമ്മത്തിനെ ചോദ്യം ചെയ്യാത്ത, അതിലിടപെടാത്ത, അതിൽ നിന്ന് പരാങ്മുഖമായ, അതിൽ നിന്ന് മുഖം തിരിച്ച ഒന്നായിരുന്നു ഇന്ത്യൻ കാവ്യമീമാംസ. അതുകൊണ്ടാണ് വലിയ അന്വേഷണങ്ങളും സൂക്ഷ്മമായ ഫലങ്ങളും സൃഷ്ടിച്ച ഗവേഷണം ഇന്ത്യൻ കാവ്യമീമാംസയിൽ നടന്നിട്ടുണ്ട്. അതിലൊരു സംശയമില്ല. ധൈഷണികമായത് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിന് പിൽക്കാലത്ത് വികസിക്കാൻ കഴിയാതെ പോയത് അത് ഈ പറഞ്ഞ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ, ജാതി വ്യവസ്ഥയുടെ അകത്താണ് സ്വയം പ്രതിഷ്ഠിച്ചത്. അത് വൈദിക പാരമ്പര്യത്തിൻ്റെ, ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഈ ഫ്രെയിമിനകത്താണ്, ആ ചട്ടക്കൂടിനകത്താണ് അത് സ്വയം നിർവചിച്ചത്. അതാണ് ഇന്ത്യൻ കാവ്യമീമാംസയുടെ പിൽക്കാല വികാസത്തിന് തടസ്സമായി തീർന്നത് എന്നാണ് ഞാൻ ഈ പറഞ്ഞ കലയുടെ പ്രയോജനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാവ്യത്തിൻ്റെ പ്രയോജനത്തെ സംബന്ധിച്ചുള്ള ചർച്ച നമ്മളെ നയിക്കുക എന്നതാണ്
ഈ ഒന്നാമത്തെ ക്ലാസ്സിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം.